അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്, മുല എന്താണെന്നുള്ളത്. നമ്മൾ മുലയായി ചിന്തിക്കുമ്പോഴാണല്ലോ. ഇപ്പൊ ഈ കുനിഞ്ഞത് നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക, നമ്മുടെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? വസ്ത്രത്തിന്റെ സിബ് ഊരിപ്പോയതാണോ? ഇതിന്റെ നോ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. ഇനിയിപ്പോ പറയും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൊതുവെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇപ്പൊ സപ്പോർട്ട് ചെയ്യാറില്ല. മുന്നേയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് അവരെ സപ്പോർട്ട് ചെയ്യാറില്ല. അതിന്റെ റീസൺ വേറൊന്നുമില്ല. പല സമരങ്ങളും പല കോപ്രായങ്ങളും രാത്രി കാലഘട്ടങ്ങളിൽ പാലത്തിന്റെ അടിയിലും ഒക്കെ ആയിട്ട് പല കോപ്രായങ്ങളും പേക്കൂത്തുകളൊക്കെ കാണാൻ തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാതെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോയിട്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ കാണിക്കുന്ന കുറേ കോപ്രായങ്ങൾ, അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളവരെ എല്ലാം ഒരുമാതിരി പുച്ഛിക്കുന്നത്, ബാക്കിയുള്ള സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ അവർ വേഷം കെട്ടി നടക്കുന്നത്, അതായത് സ്ത്രീകളാണ് താനെന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് മറ്റുള്ള സ്ത്രീകളടക്കം അപമാനിക്കുന്ന രീതിയിൽ നടക്കുന്നത്, ഇതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പൊതുവെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാറില്ല. എന്നാൽ മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അല്ലാതെ മിക്കതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. അതുപോലെ ഒരെണ്ണത്തിനാണ് ഞാൻ ഇപ്പൊ കണ്ടത്, ദീപ്തി കല്യാണി അറിയാവുന്നവർ അറിഞ്ഞൂടാത്തവരും താഴെ കമന്റ് ചെയ്തേക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്വയമേ നയൻതാര എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നു, നല്ലതാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അപ്പൊ ദീപ്തി കല്യാണിയുടെ ഒരു 2 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട സമയത്ത് എനിക്ക് ഇതുവരെ എന്ത് തേങ്ങയടാ പറയുന്നതെന്നാണ് തോന്നിയത്. പിന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ അമേരിക്കയിലൊക്കെ നിരോധിച്ചു, ഇനി അവിടെ ആണ് പെണ്ണ് മാത്രം മതി എന്നൊക്കെയാണ്. ഇവിടെയും ആ ഒരു ഇത് മതിയെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇടയ്ക്ക് കുറച്ച് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ജാസിയൊക്കെ പെട്ടിട്ടുണ്ട്, കുയിലിന്റെ മണിനാഥം അടിച്ചുകൊണ്ട് ഇനി നടക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതിലോട്ട് നമുക്ക് പിന്നെ വേറെ എപ്പോഴെങ്കിലും വരാം. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ദീപ്തി കല്യാണി റീസെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ ഒന്ന് കൊടുക്കുക. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് തൊലി ഉരിഞ്ഞു പോയി. നിങ്ങൾ എന്തുവാ ഈ തേങ്ങയാ പറയുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കരുത്. നിങ്ങളിങ്ങനെ ആയെന്ന് വെച്ചിട്ട് എല്ലാ ആൾക്കാരുടെ അമ്മമാരും ഇങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ പെങ്ങന്മാരും ഭാര്യമാരും ഒക്കെ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒരു സാധനം അടിച്ചങ്ങനിട്ട് പടച്ചു വെക്കില്ല. നമ്മുടെ വീട്ടിലെ അമ്മമാരൊന്നും ഇങ്ങനെയല്ല നടക്കുന്നത് കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തായാലും സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. വസ്ത്രത്തിന്റെ സിബ് ഊരിപ്പോയതാണോ? നല്ല ചോദ്യം. ആരടാ ചോദിച്ചത് വസ്ത്രത്തിന്റെ സിബൂരി പോയതാണ്? നേവനേലും കേമനാണ്, കെങ്കേമ ചോദ്യമാണ് അവൻ ചോദിച്ചിരിക്കുന്നത്. സ്പഷ്ട ചോദ്യം പോരട്ടെ, അതിന് ഉത്തരം കേൾക്കാം. ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. എന്തായാലും അവൻ അത്രയും ഫ്രീഡത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പറഞ്ഞു ചോദിപ്പിച്ച ചോദ്യമാകും. അല്ലെങ്കിൽ അത്രത്തോളം ഫ്രീഡം അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും നെഗറ്റീവായാലും കുഴപ്പമില്ല, 10 ആളിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി പറയാലോ. എന്തായാലും കൊള്ളാം. ദീപ്തി കല്യാണി, നല്ല പേര്, അടുത്ത പേര്. ഇത് ഒരിക്കലും അല്ല. ഇത് നമ്മൾ വലിച്ചിട്ടൊന്നുമല്ല, ഇത് നമ്മൾ വലിച്ചു കീറി ഇട്ടതാണ്. ഇതിങ്ങനെയാണ്. എന്റെ പൊന്നിയാച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരീരഭാഗങ്ങൾ മറച്ചു വയ്ക്കേണ്ട മറച്ചു വെച്ച് ഡ്രസ്സൊക്കെ മാന്യമായിട്ട് ധരിക്കണം എല്ലാവർക്കും പറ്റും. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തി, നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാ സ്ത്രീകൾക്കും പറ്റും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, ഇന്നേ വരെ മോശമായിട്ട് ഡ്രസ്സ് ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്താ അവർ സ്ത്രീയല്ലേ? അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ കാണത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണിച്ചും കൊണ്ടേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനങ്ങോട്ട് അയ്യോ ഞങ്ങളുടെ നെക്ക് ഇങ്ങനെയാണ്, ഞങ്ങളുടെ നെക്ക് അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. ഇങ്ങനെയാണ്, മനസ്സിലായില്ല? ഇതിന്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഇത്രയും ഡീപ്പായിട്ടുള്ള നെക്കുള്ളത് എന്തിനെടുത്തത്? വേറെ വാങ്ങാനുള്ള പൈസ ഇല്ലായിരുന്ന? റേഷൻ കടയിലൊന്നും അപേക്ഷ കൊടുക്കാത്തത്? അല്ലെ പഞ്ചായത്തിലെങ്കിലും പോയി പറ എനിക്ക് നെക്കുള്ള ഡ്രസ്സ് തരണേന്ന് തോന്നടേ. ഒരു കാര്യം ചെയ്യാത്തത് ബാക്ക് ഉള്ള ആ ബാക്ക് എടുത്ത് തിരിച്ച് ഫ്രണ്ട് ഇട്ടിട്ട് ഫ്രണ്ട് എടുത്ത് തിരിച്ച് ബാക്ക് ഇട്ട് പ്രശ്നം അങ്ങ് തീരട്ട്. എന്തുവാ അല്ലാണ്ട് പറയാൻ? ആ ബാക്കാണെങ്കിൽ കയറിയിരിക്കുന്നത്, ഫ്രണ്ടാണെങ്കിൽ ഇറങ്ങിയിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ബാക്ക് എടുത്ത് ഫ്രണ്ട് ഇട്ടിട്ട് ഫ്രണ്ട് എടുത്ത് ബാക്ക് ഇട്ട് തിരിച്ചിട്ടാ പോരെ, സെറ്റായില്ലേ? നിങ്ങളായിട്ട് വലിച്ചിട്ടതല്ല, അത് വലിഞ്ഞ് താനെ ഇട്ടുപോയതാണ്. പ്രശ്നം തീർന്നില്ലേ? ഡ്രസ്സ് തിരിച്ചിട്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്ക് നല്ലോണം കയറിയിരിക്കുന്നുണ്ട്, ഇനി മേളുള്ളവരുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തിരിച്ചിട്ടതായിരിക്കും. ചേച്ചി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. എടേ, അകത്തിടേണ്ടത് പുറത്തിട്ടുകൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്നിട്ട് പറയും വസ്ത്ര സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ പാഷനാണ്, ഞങ്ങളുടെ ഫാഷനാണ്, കോപ്പാണ്, തേങ്ങയാണ്, തൊലിയാണെന്ന് പറയും. ഏത് മൂഡ്? ഓണം മൂഡ്. എന്റെ പൊന്നടാവേ, നമ്മൾ കുറെ കണ്ടു തന്നെയാണ്. കിടന്ന് ഉരുളാതിരിക്കും.
എന്തിന്? ഇനിയിപ്പോ ഇതിനേക്കാളും ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത് വിളിച്ച് പറയുന്നത്. ഇവരിങ്ങനെ ഡ്രസ്സ് ധരിച്ചെന്ന് പറഞ്ഞ് അടുത്ത് ബാക്കിയുള്ള സ്ത്രീകളെല്ലാം ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അതും അമ്മമാരെ കണക്ട് ചെയ്ത് പിടിച്ചു വരും. കുലസ്ത്രീയൊക്കെ കയറി തട്ടുന്നത് എന്തിന്? നിങ്ങൾ എന്ത് തോന്നിയാസ കാണിക്കുക? അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകാണ്ടിരിക്കുക. എനിക്കതേ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നിയാസ കാണിച്ച് നമ്മൾ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ശുദ്ധ ബ്ലണ്ടർ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയല്ലേ. അയ്യോ ആ ഡ്രസ്സ് ഇങ്ങനെയാണ്, അതിന്റെ നെക്ക് ഇങ്ങനെയാണ്, അതിന് ആരും ചോദിച്ചാൽ ഒരുത്ത അടുത്ത് നിന്നും കൊണ്ട് ചോദിക്കുന്നത് സിബ് ഇട്ടില്ലേ എന്ന്, സിബ് പോയാന്ന് അവനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഇമ്മാതിരി മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് ഗുണമാണെന്ന്. ഓ അല്ല, ചേച്ചിക്ക് വേണ്ടിയിട്ട് മാത്രം അടിച്ചിറക്കിയ ഡ്രസ്സ് സന്തോഷമായില്ലേ? പിന്നെ പൊന്നടാ എടാ, മാന്യമായിട്ട് തുണി ഇടാൻ പറ്റും, പക്ഷെ അത് ഇടൂല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആരും നോക്കത്തില്ല, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല അല്ലേ? അതുകൊണ്ടല്ലേ ഒന്നും പറയണില്ല. എന്നിട്ട് അത്ര സ്വാതന്ത്ര്യം പോലും. ചേച്ചിയുടെ അടുത്ത ഡയലോഗ് ഉണ്ട്, അത് കേട്ടപ്പോഴാണ് എനിക്ക് നല്ലോണം ചൊറിഞ്ഞ് പെരുത്ത് കയറി വന്നത്. ഓ അയ്യോ ഞാൻ കുനിയുമ്പോ കൈവച്ചില്ലായിരുന്നു, അയ്യോ ഇത്രയ്ക്ക് കെങ്കാമമായിരുന്നു അല്ലേ? സോറി കേട്ടോ, നീ സൂപ്പറാടാ, സൂപ്പർ. ഓ വീട്ടിലിടുന്ന കോസ്റ്റ്യൂം ആയിരുന്നു കഴിഞ്ഞ വീഡിയോയില്. ഇത് കാട്ടിലിടുന്ന കോസ്റ്റ്യൂമാ? ഇത് പുറത്ത് ഇതാണെങ്കിൽ വീട്ടിൽ എന്തോന്നായിരിക്കും ഇവിടെ, എനിക്കറിയാൻ പാടില്ല. ഒരു പെണ്ണുപിള്ള എന്നല്ല പറയാ, ഒരു പെണ്ണ് വീഡിയോ ഇട്ടിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ല ചോദിച്ചു. എന്തിനാ കുനിയുമ്പോൾ ഒന്ന് കൈ വെച്ചാൽ എന്താ തെറ്റ്? അതെങ്ങനാ? കുനിയുമ്പോ കൈ വെച്ചാ കാണേണ്ടതൊക്കെ കാണോ? ഇല്ല. അതുകൊണ്ട് കുനിയുമ്പോ കൈ വെക്കാൻ പാടില്ല. ആരാടാ പെണ്ണും പിള്ള? ആരാടാ ചോദ്യം ചോദിച്ചത്? മോശമായിപ്പോയി, വളരെയധികം മോശമായിപ്പോയി. എന്തിനാടേ കൈ വെക്കുന്നത്? എല്ലാരും കാണാൻ വേണ്ടിയല്ലേ കുനിയുന്നതും കാണിക്കുന്നത്. പിന്നെ എന്തിനാ കൈ വെക്കുന്നത്? ചേച്ചി കാണിക്കാരാ ചേച്ചി ഇത്രയും ഉപദേശിച്ചത്? ഞാനില്ല, ഞാൻ ചേച്ചിയോടൊപ്പം. പിന്നല്ലാണ്ട് പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്. മോലെ ഓ അതായത് എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്ന്. ഇത് അതാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചിട്ട് സത്യം അറിയാം. പല്ലടിച്ച് പല്ലി കെങ്കമ്മ തന്നെ അതിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും അറിയാം ഇതെന്താണെന്ന്. ഇത് മറച്ചു വെക്കേണ്ട സാധനമാണ്, അല്ലാണ്ട് നാട്ടുകാരെ കാണിക്കേണ്ട സാധനമല്ല. പണ്ട് നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് നേടിത്തന്നു മറക്കാനായിട്ടുള്ള അവകാശം. എന്നാൽ ഇന്നുള്ളവളുമാർക്ക് പറ്റുന്നില്ല. ഇന്നുള്ളവളുമാർക്ക് എല്ലാം കൂടി കാണിച്ചാലേ ഇറച്ചിക്കാൻ പറ്റത്തുള്ളൂ. ആ സെറ്റപ്പിലോട്ട് മാറിയിരിക്കണം. പിന്നെ നിങ്ങൾ ട്രാൻസ് ജെൻഡർ ആണ്. ഓക്കെ, ഞാൻ കൂടുതൽ നിങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനത്തെ ശുദ്ധ പോക്കറ്റത്തനങ്ങളും ബ്ലണ്ടറുകളും കാണിച്ചിട്ട് ഒരുമാതിരി അമ്മമാരെ കുലസ്ത്രീകളെയൊക്കെ മൊത്തത്തിൽ കൂട്ടുപിടിക്കുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞ സ്ത്രീകളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. സീരിയസ്ലി. നിങ്ങൾ ഇങ്ങനെ തോന്നിയ തോന്നിയ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഡ്രസ്സ് ഇട്ട് നടക്കും. ഓക്കെ, നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല, എന്തെങ്കിലും കാണിച്ചുകൊണ്ട് പോകും. പക്ഷെ വന്നിട്ട് ഇതുപോലത്തെ ബ്ലണ്ടർ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ സ്ത്രീ എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതൊരുമാതിരി മൊത്തം സ്ത്രീകളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ അമ്മമാരെയൊക്കെ വലിച്ച് ഇതിന്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ ഈ ഒരു സാധനം? ഇതെന്തുവാ എല്ലാ സ്ത്രീകളും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നേ? നിങ്ങളൊന്ന് കാണിച്ച നിങ്ങളെപ്പോലെ കുറെ എണ്ണം, കുറെ കാട്ടാപ്പുകളും കുറെ അവരായത്തനങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്നതല്ലാണ്ട് എല്ലാ സ്ത്രീകളും ഇങ്ങനെ അല്ല. അത് മനസ്സിലാക്കണം. ഓ നിക്കുന്ന ഇപ്പൊ നോക്ക് എന്താണെന്നുള്ളത്. നമ്മള് മൊലയായി ചിന്തിക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ കുനിഞ്ഞത്. നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക? നമ്മുടെ അമ്മ കുനിയുമ്പോഴേ ഇങ്ങനെയല്ല നിൽക്കുന്നത്, അല്ല ഇങ്ങനെയല്ല കാണുന്നത്. മനസ്സിലായ? നമ്മുടെ ആരുടെ അമ്മമാരിങ്ങനല്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളൊക്കെ കുനിയുമ്പോൾ മാത്രം എല്ലാം വെളിയിൽ വരുന്നുള്ളൂ. ഞാൻ വായിന്നുണ്ട്. അല്ലാണ്ട് നമ്മളെ അമ്മമാരൊന്നും കുനിയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല. അവർ മര്യാദയ്ക്ക് തന്നെയാണ് ഡ്രസ്സും ധരിച്ച് മര്യാദയ്ക്ക് തന്നെയാണ് നടക്കുന്നത്, വീട്ടിലായാലും പുറത്തായാലും. നിങ്ങളൊക്കെ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ അമ്മമാർ കുനിയുമ്പോൾ ഇങ്ങനെയല്ലേ എന്ന്. എങ്ങനെ അമ്മയെ പിടിച്ച് കുനിച്ചൊന്ന് കാണിച്ചു എനിക്ക്. നമ്മുടെ ആരുടെ അമ്മമാരിങ്ങനെയല്ല കുനിയുമ്പോൾ കേട്ടാ. എല്ലാവരുടെയും മഴയൊക്കെ തന്നെ അവർ വീട്ടിലായാലും പുറത്തായാലും ഡ്രസ്സ് ധരിച്ചു പോകുന്നത്. നിങ്ങളൊക്കെ ഓരോ പട്ടി ഷോകളും കാണിച്ചിട്ട് എന്തെങ്കിലും തോന്നിവാസങ്ങളും കാണിച്ചിട്ട് നമ്മൾ അമ്മമാർ കുനിയുമ്പോൾ എങ്ങനെയല്ലേ എന്ന്. എന്തോന്ന് ഏത് തോന്നിവാസങ്ങളും കാണിച്ചിട്ട് കണവണാന്ന് പറയുന്നത്. വർത്താനം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു തരും കേട്ടാ. നമ്മളെ പെങ്ങന്മാരാണെങ്കിൽ ഇതുപോലെ കാണിച്ച മടൽ വെട്ടി അടിച്ച് വീട്ടിൻ്റെ അകത്ത് കയറ്റും കേട്ടാ. ഇനി വല്ലതും ചോദിക്കണ്ട. അങ്ങനെ തോന്നിവാസം കാണിച്ചിട്ട് ഇങ്ങനെ നടക്കണ്ട. നമ്മളെ ആയിക്കഴിഞ്ഞ പെങ്ങന്മാരായാലും ഭാര്യമാരായാലും അതത്രേ പറയത്തുള്ളൂ. എന്ന് വെച്ചിട്ട് അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ല, വസ്ത്ര സ്വാതന്ത്ര്യം വേണ്ട എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതുപോലെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കാനാണെങ്കിൽ വസ്ത്ര സ്വാതന്ത്ര്യം വേണ്ട, ഞാൻ അതേ പറയത്തുള്ളൂ. ഇന്നെല്ലാം അവരുടെ ഇഷ്ടത്തിനും വിട്ടുകൊടുത്ത് വസ്ത്ര സ്വാതന്ത്ര്യം മറ്റതാണ്, മാങ്ങയാണ്, തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഓരോരുത്തരുമാര് കാണിച്ചു കൂട്ടുന്നത് കാട്ടപരാധമാണ്. കണ്ണടച്ച് നിൽക്കേണ്ട അവസ്ഥ. സത്യം പറഞ്ഞാൽ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറഞ്ഞുതരാം. വീട്ടിൽ പുറത്ത് അമ്മയായിട്ടൊക്കെ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിലവളുമാരെ നോക്കാൻ പറ്റത്തില്ല.
ഇതുപോലെയൊക്കെ കെട്ടി ഒരുങ്ങി വരും. ഇതിനെയൊന്നും നോക്കാൻ പറ്റും. അമ്മയൊക്കെ കൂടെ നിൽക്കുന്നു, നമുക്ക് എന്തോ പോലെ തോന്നും. സീരിയസ്ലി നോക്കാണ്ട് ഇത് തോന്നും. അതുപോലെ തന്നെ ഞാൻ വേറൊരു കേസ് പറയാം. രാത്രി കാലഘട്ടങ്ങളിൽ കുടുംബമായിട്ട് നമുക്ക് ഈ പറയുന്ന ചില സ്ഥലങ്ങൾ, എറണാകുളം, ട്രിവാൻഡ്രം സ്ഥലങ്ങളിൽ നമുക്ക് ഫാമിലി ആയിട്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല. ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് അവിടെ. അതും നിൽക്കുന്ന നിപ്പ് കാണണം. ഓരോ സാധനങ്ങളെ എടുത്ത് പുറത്ത് കാണിച്ചുകൊണ്ട് അതും ഇതും. ചിലതൊക്കെ വളരെ മ്ലാച്ചാണ്, എല്ലാം ഓപ്പണായിട്ട് തുറന്നങ്ങ് കാണിക്കും റോട്ടിൽ നിന്നും കൊണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂടെ കുട്ടികളുണ്ടാവും, പെങ്ങളുണ്ടാവും, അമ്മയുണ്ടാവും. ഈ ഫാമിലിയായിട്ടൊക്കെ വരുന്നവിടെ ആ ഒരു മാനസികാവസ്ഥ ഇവർക്കൊക്കെ അറിയാവോ? എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്. ഇതുപോലെ കാണിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അതൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ തോന്നിയവാസത്തിന് എന്തിനോ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട്, എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് നിങ്ങളിങ്ങനെ പല പ്രൈവറ്റ് പാർട്ടികളെടുത്ത് നാട്ടുകാരെ കാണിക്കുന്ന, പബ്ലിക്കായിട്ട് നിന്ന് കാണിക്കുന്ന സമയത്ത് അവിടെ കൂടി പാസ് ചെയ്ത് പോകുന്ന ഫാമിലീസ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, പലരും ഉണ്ടാവും. ഇതൊന്നും ചിന്തിക്കത്തില്ല. റോട്ടിൽ കിടന്ന് പേക്കൂത്തിന്റെ പേരിൽ സമരം ചെയ്യുന്നുണ്ട്. എന്ത് സമരം? ആർക്ക് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ ഈ സമരങ്ങൾ ചെയ്യുന്ന സമയത്ത് പേക്കൂത്തുകളാണ് നടു റോഡുകളിൽ കിടന്ന് കാണിക്കുന്നത്. ഈ സമരം കണ്ടുകൊണ്ട് പോകുന്ന എത്ര കുട്ടികളുണ്ടാവും, എത്ര കുട്ടികളുണ്ടാവും? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വഴിയെ റോഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന സ്കൂൾ ബസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്വന്തം മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന മാതാപിതാക്കൾ, മക്കളോടൊപ്പം പോകുന്നവരുണ്ടാവും, അമ്മമാരുണ്ടാവും, പെങ്ങന്മാരുണ്ടാവും. അവരൊക്കെ ഇത് കാണുന്ന സമയത്ത് എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ പോട്ട്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, കുട്ടികൾ ഇത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? എന്ത് വിചാരിക്കും? രാത്രി കാലഘട്ടങ്ങളിൽ പാലത്തിന്റെ അടിയിൽ അവിടെ ഇവിടെ ബസ് സ്റ്റാൻഡുകളിലും പല ശരീരഭാഗങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് കുട്ടികളടക്കം കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്ത് കൺസെന്റ് ആണ് ഈ സൊസൈറ്റിയോട് ഉള്ളത്? നിങ്ങളിപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നിട്ട് നിങ്ങൾ പറയാണ് നമ്മുടെ അമ്മമാർക്കില്ലേ, പെങ്ങന്മാർക്കില്ലേ, അവരൊന്നും ഇതൊന്നും കാണിച്ചുകൊണ്ടല്ല നടക്കുന്നത്. അത് മനസ്സിലാക്കണം. വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ചു പറയരുത് കേട്ടോ. മണ്ടത്തരമാവാം, പക്ഷെ മണ്ടന്മാർക്ക് മേലിൽ മണ്ടന്മാരായിട്ട് നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല, നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുക? നമ്മുടെ വീട്ടിൽ അമ്മ കുനിയുമ്പോ കൈവയ്ക്കേണ്ട കാര്യമില്ല. കാരണം കൈവയ്ക്കേണ്ട കാര്യമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, മനസ്സിലായ? ചേച്ചി നൂന്ന് നിന്നാലേ കൈ വയ്ക്കേണ്ട അവസ്ഥയാണ്, കുനിയേണ്ട ആവശ്യമൊന്നുമില്ല. നൂന്ന് നിന്നാലേ കൈ വയ്ക്കേണ്ട അവസ്ഥയാണ്. ഒന്നും പറയിപ്പിക്കില്ല എന്നെ കൊണ്ട്. പിടിച്ച പെണ്ണുമ്പിളേനെ ഞാൻ നേരിട്ട് വന്ന് ഞാൻ എന്തായാലും കാണുന്നുണ്ട്. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീഡിയോസ് എടുത്ത് എന്റെ ഫോട്ടോസ് വെച്ച് എന്റെ പേര് പറഞ്ഞുകൊണ്ട് ട്രോളാൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അരി മേടിക്കാനായിരിക്കും കൈയുള്ള. നമ്മൾ നാളെ മുതൽ എല്ലാവരും കൂടി ഇറങ്ങുകയാണ്. ചേച്ചിയെ ട്രോളിയിട്ട് അരി 40-50 കിലോ അരി ഒരുമിച്ച് വാങ്ങി ചോദിക്കും. എന്തിന്? എൻ്റെ പൊന്നു ചേച്ചി, ഇനി അങ്ങനെ നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെങ്കിൽ പബ്ലിക്കലി നിങ്ങൾ വീഡിയോ ഇടരുത്, മനസ്സിലായി? പ്രൈവറ്റ് അക്കൗണ്ടിൽ വല്ലതൊക്കെ എടുത്തിടുക, പിന്നെ ആരും വിമർശിക്കാൻ വരത്തില്ല. അല്ലെങ്കിൽ പബ്ലിക്കലി വീഡിയോ ഇടല്ലോ. ഇത് ഓരോ ചാനലിന് ബൈറ്റും കൊടുത്ത് അതും ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിമർശനം കേൾക്കാൻ പറ്റത്തില്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കുരുപൊട്ടും. സ്വാഭാവികം. എല്ലാ ഐഡന്റിറ്റി കാർഡും, പാസ്പോർട്ട് ആൻഡ് റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ഐഡി കാർഡ് എല്ലാം എന്റെ ഫീമെയിലിന്റെയാണ്. റേഷൻ കാർഡ് വരെ ഫീമെയിലിന്റെയാണ്. സോ അതിലായിരിക്കും ഓക്കെ. നിങ്ങൾ എന്തോ വോട്ടവർ, നിങ്ങളുടെ റേഷൻ കാർഡ്, പഞ്ചായത്ത് കാർഡ്, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പോട്ട്. അതല്ല ഇവിടുത്തെ മാറ്റർ. നിങ്ങൾ ഒരുമാതിരി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് മൊത്തം സ്ത്രീകളെ പിടിച്ച് കൂട്ടുപിടിച്ച് അമ്മമാരങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല അമ്മമാരും നമ്മുടെ പെങ്ങന്മാരും ഒന്നും, കേട്ടോ. അതുകൊണ്ട് തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് തോന്നിവാസം വിളിച്ച് പറയരുത്. നിങ്ങൾ ഫീമെയിൽ ആയിക്കോട്ടെ, മെയിൽ ആയിക്കോട്ടെ, ട്രാൻസ് ആയിക്കോട്ടെ, വോട്ടവർ, ഹൂവർ, എന്ത് തേങ്ങയിലും ആയിക്കോട്ടെ, അതൊന്നും അല്ല ഇവിടുത്തെ എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ വാങ്ങിച്ചു കഴിക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനത് വാങ്ങിച്ചു തരാം, കഴിച്ചു, എത്ര വേണം കഴിച്ചു. പിന്നെ നമ്മളെ കഴിപ്പിക്കാനായിട്ട് നടക്കുകയാണ്. പൊന്നട വേഞ്ചു പോവുക ഒന്ന്. പിന്നെ അല്ലാണ്ട് എന്നാ പറയാണ്. ഇനി മഞ്ജു ആന്റണി എന്ന് പറയുന്ന സ്ത്രീ ഇവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അവർ പറയുന്ന പോയിന്റുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എല്ലാവർക്കും അറിയാം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അവരുടെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് കരുതിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇമ്മാതിരി വിളിച്ച് കൂവത്തില്ല. പിന്നെ വേറെന്തായിരുന്നു പറഞ്ഞത്? വീട്ടിലെ അമ്മമാര് കുനിയില്ലേ, കുനിയുമ്പോ ഇങ്ങനെ കൈ വെക്കുമോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എനിക്ക് 2 ആമക്കളാണുള്ളത്, അതുകൊണ്ട് ഞാനൊരു അമ്മയാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഒരു അമ്മയായ എനിക്ക്, ആമക്കളുടെ അമ്മയായ എനിക്ക് ഇതിന് റിപ്ലൈ തരാൻ പറ്റും. അപ്പൊ എന്റെ മക്കൾ ഇപ്പൊ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ അടിച്ചു വാരുകയാണെന്നുണ്ടെങ്കിൽ, അടിച്ചു വാരുമ്പോഴേക്കാണല്ലോ നമ്മൾ കുനിയേണ്ടത്. ഇപ്പൊ അടിച്ചു വാരുകയാണ്, എന്റെ മകൻ അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ മക്കൾ അവിടെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ നോർമലി കൈ ഇങ്ങനെ വെക്കും. അത് ആരും പഠിപ്പിച്ച് വിടുന്നതല്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിയോ ഇങ്ങനെ കൈ വെക്കണം എന്ന് വെച്ചിട്ടല്ല, ഓർക്കാതെ നമ്മുടെ കൈ ഇങ്ങനെ വന്നു പോകുന്നതാണ്. അതിനിപ്പോ മോൻ അവിടെ ഇരിക്കണം എന്നില്ല. ഇപ്പൊ നമ്മൾ മുറ്റത്ത് നിന്ന് മുറ്റം അടിക്കുമ്പോൾ പോലും കൈ, അവിടെ ആരും ഇല്ലെങ്കിൽ പോലും കൈ ഇങ്ങനെ വരും. അത് സ്ത്രീകൾക്ക് പൊതുവേ ഉള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതാരും പറഞ്ഞ് പഠിപ്പിക്കുന്നൊന്നുമല്ല. കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്ത്രീയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നമുക്ക് വന്ന് ചേരുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സാധനങ്ങളൊന്നും എടുത്ത് പുറത്തിട്ട് കാണിക്കാനുള്ളതാണെന്ന് ഒരു സ്ത്രീയും പറയത്തില്ല. ഒന്നും വെച്ച് പിടിപ്പിച്ചതല്ല, ജന്മനാ കിട്ടിയതാണ്. ഇനി വേറൊന്നും കൂടെ കേൾക്കാം, പറയുന്ന വേറൊരു വിചിത്ര വാക്കും കൂടെ നമുക്ക് കേൾക്കാം.
വസ്ത്രത്തിന്റെ സിബ് ഊരി പോയതാണോ എന്താ ഇതിന്റെ? നോ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. ഓ ഇനിയിപ്പോ പറയും ഇത് ദീപ്തി ഇറക്കി വലിച്ചിട്ടുന്നു. ഒരിക്കലും അല്ല, ഈ ഡ്രസ്സ് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ നെക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പ് ആയിട്ടുണ്ട്. ബാക്ക് കയറിയിട്ടാണ്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇത് പിടിച്ച് പൊക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. അത് ട്രാൻസിന് വേണ്ടി ഇറങ്ങിയ ഡ്രസ്സല്ല. എന്താ പറഞ്ഞേ? ഈ പറഞ്ഞ ഡ്രസ്സ് സ്ത്രീകൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ്, അല്ലാതെ ട്രാൻസിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ വാക്കിൽ തന്നെ ഉണ്ട് സ്ത്രീ അല്ല എന്ന്. സ്ത്രീകൾ വേറെ ട്രാൻസ് വേറെ ആണെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. പിന്നെ ഈ ഡ്രസ്സിലേക്ക് വരാം. ഈ ചോദിക്കുന്നില്ലേ ഇത് ഇങ്ങനെ ഇടണോ എന്നൊക്കെ, ഏതാണ് ഭംഗി എന്ന് ചോദിക്കുന്നില്ലേ? അപ്പൊ ഭംഗി വെച്ചിട്ടല്ല ഡ്രസ്സ് ഇടുന്നത്. ഭംഗി നോക്കും, ഭംഗി മെയിൻ ആണ്, ട്രെൻഡിനനുസരിച്ച് മാറും. പക്ഷെ എന്നാൽ പോലും കുറച്ച് വൈഡ് ആയിട്ടുള്ള കഴുത്താണെങ്കിൽ അതിനടിയിൽ ഒരു ഇന്നർ ഇടും. ആ ഒരു ഇന്നർ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം മറഞ്ഞു നിൽക്കും, ശരീരഭാഗങ്ങൾ മറഞ്ഞു നിൽക്കും. ഇത് ഫാഷന് വേണ്ടി മാത്രം ഇടുന്ന ഡ്രസ്സല്ല, നാണം മറക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്. അപ്പൊ ആ ഡ്രസ്സ് കുറച്ച് ട്രെൻഡിനൊപ്പം നമ്മൾ പോകുന്നു എന്നേ ഉള്ളൂ. കുറച്ച് ഫാഷനൊക്കെ ആവാം എന്ന് കരുതിയിട്ട് ശരീരം പുറത്ത് കാണിക്കാനുള്ള. ഇപ്പൊ അത് അല്ലാതെ ആ ഒരു സാധനം ഇട്ടില്ല, ഉള്ളിൽ ബ്രാ മാത്രം ഇട്ടാലും കുറച്ചുകൂടി ഭംഗിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ പൊതുനിരത്തിൽ അങ്ങനെയായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു സ്ത്രീകളും അങ്ങനെ നടക്കത്തില്ല. സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല, അല്ലാത്തവര് നടക്കും. ഈ വെച്ച് പിടിപ്പിച്ച ആൾക്കാർക്ക് ഇത് പുറത്ത് കാണിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ നമുക്കൊരു ത്വര വരും, ത്വര. അപ്പൊ ആ ഒരു ത്വരയാണ് നിങ്ങളൊക്കെ ഈ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. സ്ത്രീകൾക്ക് ആ ഒരു ത്വരയില്ല. കാരണം എന്താ? അവർക്ക് ജനിച്ചപ്പോഴേ കിട്ടിയതാണ്. അവർ ഓരോരോ ഏജ് വരുന്നതനുസരിച്ച് അവരുടെ ശരീരഭാഗങ്ങൾക്ക് വളർച്ച വരും. ജന്മനാ കിട്ടിയിട്ടുള്ളതാണ് അവരുടെ ശരീരത്തെ ഓരോ അവയവങ്ങളും. വെച്ച് പിടിപ്പിക്കാത്തത് ആയതുകൊണ്ട് അവർക്ക് അതിനകത്ത് അത്ഭുതമോ ഒന്നും തോന്നത്തില്ല. ഈ വെച്ച് പിടിപ്പിച്ചവർക്കാണ് ഇത് എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ട്, എന്റേത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഈ പറഞ്ഞ ത്വര ഉള്ളത്. അപ്പൊ ആ ത്വര കൊണ്ടാണ് ഈ വന്നിരുന്ന ഈ വിവരക്കേട് ഇങ്ങനെ വന്ന് വിളിച്ച് പറയുന്നത്. പിന്നെ ആള് പുലിയാണ് കേട്ടോ, പേര് പറയാൻ പാടില്ല, വീഡിയോ കാണിക്കാൻ പാടില്ല. പക്ഷെ ഈ വക കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും വന്ന് വിളിച്ച് പറയാം. പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് മാത്രം പറയാം, സ്ത്രീകളെ കുറിച്ച് പറയണ്ട. അപ്പൊ ദീപ്തി കല്യാണോട് ഒരു കാര്യം കൂടെ പറയാം. ഈ എന്റെ വീഡിയോ എന്റെ അനുവാദമില്ലാതെ എടുത്തു, എന്റെ പേര് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പബ്ലിക് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ, അതും സ്ത്രീകളെ കുറിച്ച് ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ സ്ത്രീകൾ ചിലപ്പോൾ പ്രതികരിച്ച് പോകും. അങ്ങനെയുള്ള പ്രതികരണം കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയരുത്. നിങ്ങൾ ശരിക്കും സ്ത്രീ ആകാൻ ആഗ്രഹിച്ച് സ്ത്രീ ആയതാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ പ്രദർശനങ്ങൾ കാണിക്കുകയും സ്ത്രീയെക്കുറിച്ച് ഇതുപോലെ വൾഗറായിട്ട് സംസാരിക്കുകയും ഒന്നും ചെയ്യത്തില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ സ്ത്രീ ജന്മം പുണ്യജന്മം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്ത്രീ ജന്മം പുണ്യജന്മം തന്നെയാണ്. ഞങ്ങളുടെ ശരീരം ഒരിക്കലും ഒരു സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർക്ക്, ആഭാസന്മാർക്ക് കാണാനും ആസ്വദിക്കാനും വിട്ടുകൊടുക്കാനുള്ള ഒരു മെറ്റീരിയൽ അല്ല. സൂപ്പർ, അടിപൊളി, കറക്റ്റ് വാക്കുകളല്ലേ പറഞ്ഞു. ഞാൻ ചിലതൊക്കെ എടുത്തു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ അവർ പറയുന്നതും കൂടി കൊടുത്തിട്ടുള്ളത്. അതായത് സ്ത്രീകൾക്ക് ജന്മനാ കുറെ അവയവങ്ങൾ ഉണ്ട്. അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾ ആഗ്രഹിക്കും മറ്റുള്ളവർ കാണരുതെന്ന്. എന്നാൽ ചിലർക്ക് അത് വച്ച് ക്രിയേറ്റ് ചെയ്തൊക്കെ എടുത്ത് 10 ആൾക്കാർ കാണിക്കണം എനിക്കിതുണ്ട് എന്ന് മഞ്ജു ആന്റണി പറഞ്ഞത് യോജിപ്പുള്ളൊരു കേസ് തന്നെയാണ്. എന്തായാലും കൊള്ളാം, നൈസ് കാര്യങ്ങളാണ് നടക്കുന്നത്, അടിപൊളിയാണ്, സ്പഷ്ടമാണ്. മഞ്ജു ആന്റണി കൊടുക്കേണ്ട നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇവരെയാണ് അവർ കുറ്റം പറഞ്ഞാന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു മഞ്ജു ആന്റണിയുടെ റിപ്ലൈ. ഈ അമ്മമാരെയൊന്നും പിടിച്ചിടല്ലേ ഏട്ടാ, ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും കോപ്രായം കാണിക്കുന്നുണ്ടെങ്കിൽ അമ്മമാരെയും പെങ്ങന്മാരെയും സ്ത്രീകളെയും പിടിച്ചിടരുത്. സ്ത്രീകൾ വേറെയാണ്. നിങ്ങൾ ട്രാൻസ് ആണ്, ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ സ്ത്രീ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. സീരിയസ്ലി എനിക്ക് അതാണ് ഫീൽ ആയിട്ടുള്ളൊരു കാര്യം. എനിക്ക് അങ്ങനെ തോന്നി. ഇത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇങ്ങനെയൊന്നും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് സ്ത്രീകളെ എല്ലാം പിടിച്ച് വലിച്ച് ഇടയിലിടല്ലേ. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾ സ്ത്രീകളാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, യോജിപ്പില്ല. ഞാൻ മുന്നേ ഒരു ട്രാൻസിൻ്റെ ഒരു ബൈറ്റ് എന്തോ കണ്ടിട്ടുണ്ട്. അതായത് അവർ പറയുന്നുണ്ടായിരുന്നു, അവർ മറ്റേ ന്യൂസ് റീഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പേര് ഓർമ്മ വരുന്നില്ല. എന്നെ സ്ത്രീയായിട്ട് കാണണ്ട, എന്നെ ട്രാൻസ് വുമണായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നൊരു ബൈറ്റ്. അത് സത്യം പറഞ്ഞാൽ കറക്റ്റാണ് അല്ലേ? അത് അവർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരു സ്വയമേ സ്ത്രീ എന്ന് പ്രഖ്യാപിച്ച് പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുമ്പോൾ ചിരിയാണ് വരുന്നത്. ഞാൻ നിങ്ങളെപ്പോലെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്തില്ല. നിങ്ങൾ ജീവിച്ചോ, ജീവിക്കരുതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം മടിയുണ്ട്. എന്തുവാ കാണിക്കുന്നത്? സത്യം എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ കേട്ടോ, എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പല കോപ്രായങ്ങളും കണ്ട് വട്ടായി എനിക്ക്. ഇനി ഞാൻ ഇവരുടെ പ്രൊഫൈലൊന്ന് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് ദീപ്തി കല്യാണി HBD, ഹാപ്പി ബർത്ത്ഡേ, മെയ് 31, ലിവിങ് UAE, പ്രൊമോഷൻ ഷൂട്ട്, ആക്ട്രസ്, KL46, ഡാൻസർ, കുറെ പോസ്റ്റൊക്കെ ഉണ്ട്. ഇപ്പം മറ്റേ ഇതെന്തുവാ സംഭവം, ഇത് ചമയവിളക്ക് ഇപ്പൊ ഉണ്ടായിരുന്നു, അതിന് വന്നപ്പോഴുള്ള വീഡിയോ ആണ്. ചമയവിളക്ക് എടുക്കാൻ വന്ന നയൻതാര, സ്വയം പ്രഖ്യാപിത നയൻതാരയാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്തായാലും ഓക്കെ, നടക്കട്ടെ. അതുപോലെ ചമയവിളക്കിൽ ആണുങ്ങൾ സ്ത്രീ വേഷം കെട്ടിയവർക്ക് മാത്രമല്ലേ അവിടെ പ്രവേശനം ഉള്ളൂ. സർജറി ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രവേശനമൊക്കെ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ അറിയത്തില്ല, അതിൻ്റെ ഒരു കോൺസെപ്റ്റ്
അറിയാവുന്നവർ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക് കേട്ടോ. കൃത്യമായിട്ട് അറിയാവുന്നവർ, അല്ലാതെ എനിക്ക് നൈസായിട്ടൊക്കെ അറിയാം. ദീപ്തി കല്യാണി മതി ആയിക്കോട്ടെ. ഇതെന്താ ക്ലിപ്പച്ച? ഡാൻസ് ആണല്ല, ഇത് ഡാൻസ് ആണല്ല മെയിന്. ഇത് ഏവനായത്? കായലിൽ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ചോ ചേരും. ഇതെന്താ സംഭവം? പ്ലീസ് ഫുള്ള് കാണണം. വയ്യാത്തോണ്ട ഞാൻ കാണത്തില്ല. പുതിയ സമരത്തിലൊക്കെ ഉണ്ടായിരുന്നു, സമരത്തിലൊക്കെ മുന്നിട്ട് വന്നു. ഓക്കെ, വെരി ഗുഡ്. സ്വയം പ്രഖ്യാപിത നയൻതാര. ഓക്കെ, സമരത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഇത് മതി മതി മതി. അയ്യോ വേണ്ട, സമരം മറിയുന്നോ? മതി, തികഞ്ഞു. ഇപ്പം തന്നെ എനിക്ക് തികഞ്ഞു. അപ്പം ഇമാതിരി കോപ്രായങ്ങളും മണ്ടത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് വിട്ടിത്തരങ്ങൾ വിളിച്ച് വിളമ്പിയിട്ട് കണ പറയാൻ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിച്ചോ എന്ന് വെച്ചിട്ട് ബാക്കി അമ്മമാരെയും പെങ്ങന്മാരെയൊക്കെ വലിച്ചിട്ടും കൊണ്ട് ഒരു പോങ്ങത്തനം വിളിച്ച് പറയരുത്. നാക്ക് ചുരുട്ടി വന്ന് എനിക്ക് വേറെന്തോ വിളിക്കാനാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയ വീഡിയോ ഇടണം.